2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി എന്ന എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെക്കുറിച്ച് എല്ലാവരും കൂടുതലായി പഠിക്കാനും എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ച പരിചയം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യത്താകെ ചില പരിചയങ്ങളുണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഭാരതത്തെ ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുക എന്നുള്ള ചർച്ചയായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. 2014 ഞാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ അന്നും പറഞ്ഞത്, വിശ്വസിച്ചിരുന്നത്, തീർച്ചയായും ഭാരതത്തിന് ലോകത്തുള്ള ഒരു സ്ഥാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു തുടർച്ച മാത്രമാണ്. അതുകൊണ്ട് എനിക്കതിൽ ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന നിലയിൽ എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ഞാൻ പ്രധാനമന്ത്രിയായാൽ എൻ്റെ ഭാരതം മറ്റൊരു രാജ്യങ്ങൾക്ക് മുമ്പിലും തല കുനിച്ച് കണ്ണ് താഴ്ത്തി സംസാരിക്കില്ല. അതുപോലെ തന്നെ കണ്ണുകളുയർത്തി അവരോട് ആജ്ഞാസ്വരത്തിലും സംസാരിക്കില്ല. ഭാരതത്തിൻ്റെ നിലപാടുകൾ അവരുടെ കണ്ണുകളിൽ നോക്കി നേർക്ക് നേരുമെന്ന് വ്യക്തമായി പറയുന്നു. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം, എനിക്കൊരു തരത്തിലുള്ള അപകർഷതാബോധവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, ചായ വിറ്റ് ജീവിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കഴിയും, ആ രീതിയിലുള്ള ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടാലും, ഏത് രാജ്യതലവന്മാരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാലും, ചിലരൊക്കെ എന്നേക്കാൾ ശരീരത്തിൽ വളരെ ഉയരവും തടിയുമുള്ളവരാണ്. ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ നരേന്ദ്രമോദിയായിട്ടല്ല അവർക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അവർക്ക് നേരെ ഹസ്തദാനത്തിനായി കൈ നീട്ടുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്, എനിക്ക് പിന്നിൽ 140 കോടി ജനങ്ങളുണ്ട് എന്ന വിശ്വാസമാണ്. ആ 140 കോടി ഭാരതീയരുടെ കരുത്തിൻ്റെ ബലത്തിൽ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തെ നോക്കിക്കാണുമ്പോൾ എനിക്ക് ഈ ലോകം വളരെ ചെറുതായി മാത്രമാണ് തോന്നുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ രാജ്യത്തിന് ഒരു കുറവുകളുമില്ല എന്നാണ്. മറ്റേത് രാജ്യവുമായി താരതമ്യം ചെയ്തു നോക്കിയാലും കഴിവിൻ്റെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് ഒരു കുറവുകളുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാണുമ്പോൾ പലർക്കും സംശയം തോന്നുന്നുണ്ടാവും, ആശ്ചര്യവും തോന്നുന്നുണ്ടാവും. ഈ നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ആളുകളോട് ഒരു ഭയവുമില്ലാതെ തങ്ങളുടെ നിലപാടുകൾ പറയാൻ കഴിയുന്നത് എന്നൊക്കെ സംശയം തോന്നുന്ന ആളുകളുണ്ടാവാം. ഈ രാജ്യതലവന്മാരും ചിന്തിക്കുന്നുണ്ടാവും, മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രീതിയിലായിരുന്നില്ലല്ലോ ഞങ്ങളോട് പെരുമാറിയിരുന്നത്, അവരുടെ ശരീരഭാഷ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ വ്യക്തമായാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാറില്ല. ആ രീതിയിൽ വളരെ ക്ലിയറായിട്ടാണ് ഞാൻ ഓരോ രാജ്യതലവന്മാരോടും സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് ഭാരതം പെട്രോളിയവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കാരണം ലോകത്തെല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന് ആര് വില കുറച്ച് നൽകുന്നു അവരിൽ നിന്ന് ഭാരതം വാങ്ങും. കാരണം എൻ്റെ മനസ്സിൽ ഭാരതത്തിൻ്റെ താല്പര്യം മാത്രമാണുള്ളത്. പല ആളുകളും എന്നോട് പറഞ്ഞു, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ദേഷ്യമുണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് ഈ ലോകത്ത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എൻ്റെ രാജ്യത്തെ 140 കോടി ജനങ്ങളെ മാത്രമാണ്, അല്ലാതെ വേറൊരാളെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ അതേ സമയം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ഭാരതത്തിനുണ്ടായിരുന്നു. അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടവും ഭാരതം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഭാരതത്തിൻ്റെ ഭാഷയിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് ഭാരതത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ന് ലോകത്തിനുണ്ട്. തീർച്ചയായും ഞാൻ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ഭാരതം സ്ഥാപിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് എല്ലാ രാജ്യങ്ങളോടും ഒരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഒരു സമാധാനപരമായി ഭാരതം നിലനിൽക്കുക എന്നുള്ള സമീപനമായിരുന്നു ഭാരതം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വന്നതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി. എല്ലാ രാജ്യങ്ങളോടും എത്ര കൂടുതൽ അടുപ്പം കാണിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാനാണ് എൻ്റെ ഭരണകാലത്ത് ഞാൻ ശ്രമിച്ചത്. ആ രീതിയിൽ ഭാരതം എയോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ ബിക്ക്, ഭാരതം 140 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ്, ഭാരതത്തോട് എ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ തീർച്ചയായും എനിക്കും അങ്ങനെ അടുപ്പം കാണിക്കേണ്ടതുണ്ട്, ആ അടുപ്പം നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം എന്ന് ബി ചിന്തിച്ചുകൊണ്ട് ബിയും നമ്മളോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ സി എന്ന് പറയുന്ന രാജ്യത്തിനും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി, ഡിക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഭാരതം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. എല്ലാ രാജ്യങ്ങളും ഭാരതത്തോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി.
ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. എനിക്ക് ഇസ്രയേലിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ടല്ലോ, അവരൊക്കെ എന്നോട് പറഞ്ഞു, ഭാരതത്തിന് ഒരു നിലപാടുണ്ട്, നമ്മൾ ഇസ്രയേലിൽ പോവുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അതേ ദിവസം നമ്മൾ പാലസ്തീനെ സന്ദർശിക്കണം. കാരണം നമ്മുടെ നാട്ടിലെ സെക്യുലറിസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ആരെങ്കിലും ഹനുമാൻ സ്വാമിയെ പൂജിക്കാനായി അമ്പലത്തിൽ പോയാൽ ഇഫ്താർ പാർട്ടി നടത്തണം. അതാണ് ഈ രാജ്യത്തെ സെക്യുലറിസം എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഞാൻ തീരുമാനിച്ചു, ഞാൻ സ്റ്റാൻഡ് അലോൺ യാത്ര തന്നെ ചെയ്യുകയുള്ളൂ. പോവുകയാണെങ്കിൽ ഇസ്രയേലിൽ മാത്രം പോയി തിരിച്ചു വരും. പാലസ്തീനിൽ പോവുകയാണെങ്കിലും പാലസ്തീനിലേക്ക് മാത്രം പോയി തിരിച്ചു വരും. നമ്മുടെ രാജ്യം തുടർന്നു പോരുന്ന ഒരു രീതിയുണ്ടല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, സുഖിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ലോകത്തിനു മുമ്പിൽ നാടകം കളിച്ച് ബോധ്യപ്പെടുത്തി ഒന്നും നേടേണ്ട ആവശ്യം ഭാരതത്തിനില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായൊരു പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോകുന്നത് ഞാനാണ്. പോവുകയും ചെയ്തു. സമാധാനപരമായി ആ സന്ദർശനം പൂർത്തിയാക്കി ഞാൻ തിരികെ വരികയും ചെയ്തു. ഇസ്രയേലിൽ പോയി വന്നതിന് ശേഷം 2 മാസത്തിന് ശേഷം പാലസ്തീനിൽ പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തു. അതും നേരിട്ട് പാലസ്തീനിൽ തന്നെ പോകും. ആ സമയത്ത് ഇസ്രയേലിൽ പോകില്ല എന്ന് എനിക്ക് വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ നേരെ പാലസ്തീനിലേക്ക് പോയി. പക്ഷേ പാലസ്തീൻ സന്ദർശിക്കാനുള്ള ആ സമയത്ത് ചില ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് ജോർദാനിൽ നിന്ന് പാലസ്തീനിലേക്ക് പോകാൻ ഹെലികോപ്റ്റർ അത്യാവശ്യമായി വന്നു. അപ്പോൾ ജോർദാനിലെ രാജാവ് എന്നോട് പറഞ്ഞു, താങ്കൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഭാരതത്തിൽ നിന്നും ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ താങ്കൾക്ക് വേണ്ടി നൽകാം എന്ന് ജോർദാനിലെ രാജാവ് എന്നോട് പറഞ്ഞു. വെറും 2 മാസത്തിന് മുമ്പ് ഇസ്രയേലിൽ പോയിട്ട് വന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ജോർദാനിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹെലികോപ്റ്ററിൽ പാലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോർദാൻ രാജാവിൻ്റെ ഹെലികോപ്റ്ററിൽ ഞാൻ പാലസ്തീനിലേക്ക് പോകുമ്പോൾ ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ 6 യുദ്ധവിമാനങ്ങൾ എൻ്റെ ഹെലികോപ്റ്ററിന് എസ്കോട്ടായി എന്നോടൊപ്പം വരികയാണ് പാലസ്തീനിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അംഗീകാരം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ജോർദാൻ ആദരവ് നൽകുന്നു, അതിനോടൊപ്പം ഇസ്രയേൽ ആദരവ് നൽകുന്നു, പോകുന്നത് പാലസ്തീനിലേക്ക്. ഞാൻ പാലസ്തീനിലേക്കാണ് പോകുന്നതെന്ന് ഇസ്രയേലിന് അറിയുകയും ചെയ്യാം. ഞാൻ ഇസ്രയേലിൽ 2 മാസത്തിന് മുമ്പ് പോയിട്ടാണ് വന്നതെന്ന് പാലസ്തീനും അറിയാം. ഭാരതത്തിന് ലഭിച്ച ആദരവാണത്. 140 കോടി ഭാരതീയർക്ക് ലഭിച്ച ആദരവാണത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഇറാനിലെ ഛബാർ തുറമുഖവുമായി ഭാരതം ഒരു ദീർഘകാല കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ പോലും ഭാരതം പങ്കാളിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സെൻട്രൽ ഏഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചറായി മാറാൻ പോവുകയാണ് ഇറാനിലെ ഛബാർ തുറമുഖം. അതിൻ്റെ നേട്ടം ഭാരതത്തിനും കൂടിയാണ് ലഭിക്കാൻ പോകുന്നത്. ഇതേ ഇറാനുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ ഇറാനുമായി ഇസ്രയേൽ ഏതാണ്ട് യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയം ഇതേ ഇറാനോടും അമേരിക്കയോടും ഇസ്രയേലിനോടും നല്ല ബന്ധം പുലർത്താൻ ഭാരതത്തിന് കഴിയുന്നു. ദുഃഖകരമാണ്, ഇറാൻ്റെ പ്രസിഡന്റ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹവുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭാരതത്തിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ലോകത്തിന് നമ്മളോട് യാതൊരു ശത്രുതയും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. മുൻകാലങ്ങളിലെ പ്രധാനമന്ത്രിമാർ ആ തരത്തിൽ ഭാരതത്തിൻ്റെ ഈ ശക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല, അവരത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഞാനത് ഉപയോഗപ്പെടുത്തുന്നു, അതാണ് വ്യത്യാസം. ഇതുപോലെ തന്നെ പ്രശ്നമുള്ള മറ്റ് 2 രാജ്യങ്ങളാണ് ജപ്പാനും കൊറിയയും. അതായത് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊറിയയിൽ പോയാൽ അതിനോടൊപ്പം ജപ്പാനിലും പോകും, ജപ്പാനിൽ പോവുകയാണെങ്കിൽ അതിനോടൊപ്പം കൊറിയയിലും പോകും. കാരണം ആ രീതിയിലാണ് ലോകം ഇതിനെ കണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ ഇതിനെ ഒരു ഇൻസൾട്ടായിട്ടാണ് കരുതുന്നത്. കാരണം എന്തുകൊണ്ട് ഞങ്ങളെ മാത്രമായി കാണാൻ ഒരു രാജ്യവും വരുന്നില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് മറ്റു രാജ്യങ്ങൾക്ക് വരേണ്ടി വരുന്നത്? ഞാൻ തീരുമാനിച്ചു, ഞാൻ കൊറിയയിൽ വരികയാണെങ്കിൽ ആ സമയം ജപ്പാനിൽ പോകില്ല. അങ്ങനെ നേരെ ഞാൻ കൊറിയയിലേക്ക് പോയി. പിന്നീട് ജപ്പാൻ സന്ദർശിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഞാൻ പോകുമ്പോൾ അന്ന് കൊറിയയിൽ ഞാൻ പോയതുമില്ല. അത് കാരണം കൊറിയയ്ക്കും മനസ്സിലായി, ജപ്പാനും മനസ്സിലായി, ഞങ്ങളെ വളരെ കൃത്യമായി ഭാരതം മനസ്സിലാക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തോടും തോന്നുന്നതിനേക്കാൾ കൂടുതൽ നല്ല ബന്ധം കൊറിയയ്ക്കും ജപ്പാനും ഇന്ന് ഭാരതത്തിനോടുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ നിലപാടുകൾ തീർത്തും വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിൽ എന്താണ് തുടർന്നു പോന്നിരുന്നത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് വളരെ കൃത്യമായ ഒരു വിഷനുണ്ട്. ആ വിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തെയും ഭാരതത്തിൻ്റെ സർക്കാരിനെയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും അംഗീകരിക്കുമ്പോൾ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഉക്രൈൻ യുദ്ധസമയത്ത് ഒരു പാകിസ്ഥാൻ പൗരൻ ഇന്ത്യൻ പതാകയുമായിട്ടാണ് ആ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ ഭാരതത്തിൻ്റെ വളർച്ച, മോദിക്ക് ലഭിക്കുന്ന അംഗീകാരം, ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾ ഭാരതത്തിൽ ഒരുപാടുണ്ട്. ഞാൻ അത്തരം ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ കുറ്റം പറയാൻ ശ്രമിക്കരുത്. എന്തൊരു കഷ്ടമാണിത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത മാധ്യമങ്ങളും നമ്മുടെ സ്വന്തം രാജ്യത്തുണ്ട്. ഞാൻ തീർച്ചയായും എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും ഞാൻ അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷം നേപ്പാളിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഗുജറാത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോഴാണ് അവിടെയും വലിയ ഭൂകമ്പം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായി മാനേജ് ചെയ്തൊരാളെന്ന നിലയിൽ ഞാൻ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു. സാധാരണ ലോകത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് സഹായവുമായി എത്തുന്നത്. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു, നേപ്പാൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തൊട്ടടുത്താണ്. ഏതാണ്ട് 40-ലധികം രാജ്യങ്ങളിലെ പൗരന്മാർ അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭാരതത്തിനാണ് എന്ന് ഞാൻ തീരുമാനിച്ചു. ഭാരതം ഇടപെട്ട് ഈ 40-ലധികം രാജ്യങ്ങളിലെ പൗരന്മാരെ രക്ഷിക്കുന്നതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭാരതം ആ രീതിയിൽ ഇടപെടാൻ തുടങ്ങി. കോവിഡിൻ്റെ തുടക്കകാലത്ത് ചൈനയിൽ നിന്ന് വളരെ വ്യാപകമായ ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ചൈനയിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ ആളുകളെയും ഭാരതമാണ് രക്ഷിച്ച് അവരവരുടെ രാജ്യങ്ങളിൽ എത്തിച്ചത്. യമനിൽ രൂക്ഷമായ പ്രശ്നമുണ്ടായപ്പോഴും സുഡാനിൽ വളരെ വലിയ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ അവിടെയുള്ള ഭാരതീയരെ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെയും ഭാരതം രക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് റഷ്യ ഉക്രൈൻ യുദ്ധസമയത്താണെങ്കിലും അതുപോലെ തന്നെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും ഭാരതം വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ സഹായിക്കുന്ന തലത്തിലേക്ക് ഭാരതം ആ രീതിയിൽ മറ്റ് രാജ്യങ്ങളെ വളരെ പെട്ടെന്ന് നേരിട്ട് സഹായിക്കുന്ന ഒരു ശക്തിയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് അതേ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഭാരതത്തിൻ്റെ അഭിപ്രായം തേടാൻ തുടങ്ങിയിരിക്കുന്നു. മോദിജി, താങ്കൾ ആർട്ടിക്കിൾ 370 എടുത്തു കളയുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടായിരുന്നില്ലേ? ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ ഇന്ത്യയോട് അല്ലെങ്കിൽ താങ്കളോട് മോശമായി പ്രതികരിക്കുമെന്ന് താങ്കൾക്ക് ഭയമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും താങ്കൾ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇങ്ങനെയൊരു സഭയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് മുൻപ് അവസരം ലഭിച്ചിരുന്നില്ല. അത് വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴൊക്കെ ആർട്ടിക്കിൾ 370യെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ വരുന്നുണ്ടോ, അപ്പോഴൊക്കെയും കഴിഞ്ഞ 70 വർഷവും അതിനെ അന്താരാഷ്ട്ര തലത്തിൽ കാണാനാണ് ഭാരതം ശ്രമിച്ചിരുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തിലെ കാശ്മീരിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഭാരതത്തിനെ മുൾമുനയിൽ നിർത്തുമായിരുന്നു. വാജ്പേയിയുടെ കാലത്ത് ഒരു പരിശ്രമം ഉണ്ടായി. കാശ്മീരിലെ തീവ്രവാദമെങ്കിലും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആർട്ടിക്കിൾ 370യെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ചും ഭാരതം ഒരു നിലപാടെടുക്കുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതിൽ ഇടപെട്ട് ഭാരതത്തെ കുഴപ്പത്തിലാക്കുമെന്നുള്ള ഭയം എനിക്കുമുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ തീർച്ചയായും ലോകത്തിലെ പല രാജ്യങ്ങൾക്കും പല തരത്തിലുള്ള വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്താണ് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. കൂടുതൽ രാജ്യങ്ങളും ആ കാര്യത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറയാതെ മൗനമായിരിക്കുകയാണ് ചെയ്തത്. മറ്റു ചില രാജ്യങ്ങളാവട്ടെ അത് ഭാരതത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്, തങ്ങളതിൽ ഇടപെടുന്നില്ല എന്നും പറയുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമെന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുമ്പോൾ, ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഭാരതത്തിലെ കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും എന്നെ വിമർശിക്കാനും തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് സ്വന്തം രാജ്യത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത്രയ്ക്കും നികൃഷ്ടമായ ചിന്താഗതിയാണ്, അത്രയ്ക്കും മാനസിക നില കോൺഗ്രസിൻ്റേത് തകരാറിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷവും ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതേ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമാണ് ഖത്തറിൽ നമ്മുടെ 8 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷയ്ക്ക് വിധേയമായ സംഭവം ഉണ്ടായത്. അവരെ എനിക്ക് ജീവനോടെ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി.
അതും ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്ന്. ഖത്തറിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ തടവിലാക്കപ്പെട്ട സമയത്ത്, അവർക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് ഭാരതത്തിലെ പല പ്രതിപക്ഷ നേതാക്കളും താങ്കളെ വിമർശിച്ചിരുന്നു. ഒവൈസിയൊക്കെ പറഞ്ഞത് ഖത്തർ താങ്കളുടെ സെക്കൻഡ് ഹോമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഭാരതം വിശ്വഗുരുവാണെന്നാണ് പറയുന്നത്, അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. വ്യാപകമായ വിമർശനങ്ങൾ താങ്കൾക്കെതിരെ ആ സമയത്തുണ്ടായിരുന്നു. രജത് ജി, അവരൊന്നും ഇതുവരെയും മോദിയെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ മോദിയെ പിടിച്ചിട്ട് മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ മാധ്യമങ്ങളിൽ അവർക്ക് കുറച്ച് സ്പേസ് കിട്ടും. കാരണം ഇന്ന് മോദി ഒരു ബ്രാൻഡാണല്ലോ. അതുകൊണ്ട് തന്നെ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ അവർക്കും മാധ്യമങ്ങളിൽ കുറച്ച് ഇടം കിട്ടും. മോദിയെ ചീത്ത പറഞ്ഞാലും അവർക്ക് മാധ്യമങ്ങളിൽ ഇടം കിട്ടും. അങ്ങനെ അവസരം നോക്കിയിരിക്കുന്നവർക്ക് മോദിയല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ മോദിയെ നിരന്തരമായി ചീത്ത പറയുക, അങ്ങനെ മാധ്യമങ്ങളിൽ ഇടം നേടുക, അതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അവർ ഇത്രയെങ്കിലും മനസ്സിലാക്കണ്ടേ, നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഒന്നുമില്ലെങ്കിലും 10 വർഷമായില്ലേ പ്രധാനമന്ത്രിയായിട്ട്, ഇത്രയും കാലമായിട്ട് എന്നെ അറിയുന്നതല്ലേ. പക്ഷേ ഇതുവരെയും അവർക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല. ഇതിൽ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല കേട്ടോ, പൂർണ്ണമായും ഓപ്പണായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും ഇതുവരെയും മോദിയെ മനസ്സിലായിട്ടില്ല. കാരണം അവർ അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നില്ല. നിങ്ങൾക്കും എന്നെ നിരന്തരം വീക്ഷിച്ചാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് ശേഷം മോദി എന്ത് ചെയ്യും, 5 ദിവസം കഴിഞ്ഞാൽ മോദി എന്ത് ചിന്തിക്കും, 7 ദിവസം കഴിഞ്ഞാൽ മോദി എന്താണ് ചെയ്യാൻ പോകുന്നത്, തീർച്ചയായും നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മാധ്യമങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. അതിനു പകരം മോദിക്കെതിരായി എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ നടന്ന് സമയം കളയുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം. പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം പൂർണ്ണമായും പിന്നെ അതായി. മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെയായി. മോദിക്ക് ഇത്തവണ 400 കടക്കാൻ കഴിയില്ല. ഒന്നാലോചിച്ച് നോക്കൂ, ഏത് രീതിയിലാണ് ഞാൻ അവരെ വഴിതിരിച്ചു വിട്ടതെന്ന്. വോട്ടെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിന് ശേഷമാണ് അവരുടെ തന്നെ കൂടെയുള്ള ആരോ ഒരാൾ അവരുടെ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്? നരേന്ദ്രമോദി ഇത്തവണ 400 കടക്കില്ല എന്നാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനർത്ഥം നരേന്ദ്രമോദി ഉറപ്പായും 300 കടക്കുമെന്നല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? മോദിജി ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട്, അതുകൊണ്ട് താങ്കൾ ഭയക്കണമെന്ന്. അത്തരമൊരു ശക്തി പാകിസ്ഥാനില്ല. കാരണം ഞാൻ തന്നെ നേരിട്ട് ലാഹോറിൽ പോയി അത് പരിശോധിച്ചതാണ്. വെറുതെയല്ല, പാകിസ്ഥാൻ്റെ ഒരു സെക്യൂരിറ്റി ചെക്കുമില്ലാതെയാണ് ഞാൻ ലാഹോറിൽ പോയിട്ട് വന്നത്. അന്ന് പാകിസ്ഥാനിലെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യാള്ള തോബ, യാള്ള തോബ, ഈ മനുഷ്യൻ വിസ പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? പാകിസ്ഥാനിൽ വലിയ ചർച്ചയായിരുന്നു. പാകിസ്ഥാൻ്റെ പോലും അനുവാദമില്ലാതെ മോദി എങ്ങനെയാണ് പാകിസ്ഥാനിൽ വന്നതെന്ന്. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്, പാകിസ്ഥാനും എൻ്റെ രാജ്യമായിരുന്നു, ഏതോ ഒരു കാലത്ത് ഞങ്ങളുടെ ഭാഗമായിരുന്നു. മോദിജി മുൻപാണെങ്കിൽ സ്ഥിരമായി പാകിസ്ഥാനിൽ നിന്നും ആളുകൾ നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ നമുക്ക് ലിസ്റ്റ് തരികയാണ്, ഏതൊക്കെയോ അജ്ഞാതർ വന്ന് ഞങ്ങളുടെ ആളുകളെല്ലാം കൊല്ലുന്നുവെന്ന്. എന്താണ് മോദിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പാകിസ്ഥാനിലെ എല്ലാവരും പരിഭ്രാന്തരാണ്. പാകിസ്ഥാനിൽ എല്ലാവരും പരിഭ്രാന്തരാവാൻ കാരണം ഞാനാണ്, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനിലെ ആളുകളെക്കുറിച്ചല്ല. അതിനേക്കാൾ കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത്, കാലങ്ങളോളം ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, നവംബർ 26-ന് മുംബൈ ഭീകരാക്രമണ കേസിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നത് കസബല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭാരതീയരായ തീവ്രവാദികളാണ് ഭീകരാക്രമണം നടത്തി സാധാരണക്കാരായ ആളുകളെ കൊന്നത് എന്ന്. അവർ ഭരിക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. കസബിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതും തൂക്കിക്കൊന്നതും അവരുടെ കാലത്താണ്. പക്ഷേ എന്നിട്ടും അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു, കസബ് കുറ്റക്കാരനല്ല, ഇന്ത്യയിലുള്ള തീവ്രവാദികളാണ് ഇന്ത്യക്കാരെ കൊന്നതെന്ന്. ഒന്നാലോചിച്ച് നോക്കൂ, പാകിസ്ഥാനികൾ പോലും ഈ ഭാഷയിൽ സംസാരിക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഭാഷയിൽ സംസാരിക്കുന്നത്. തീർച്ചയായും ഈ ലോകത്ത് എപ്പോഴെങ്കിലും എൻ്റെ തല കുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്ന് മാത്രമാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അവരുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമാണ്. പക്ഷേ
എൻ്റെ രാജ്യത്തിരുന്നു കൊണ്ട് ശത്രുരാജ്യത്തിന് വേണ്ടി കരയുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. മോദിജി തീർച്ചയായും ഭാരതത്തിനുള്ളിൽ നിന്ന് ഇതിനേക്കാൾ മോശമായ ഒരു വാദം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിരുന്നു. ശിവസേനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ട്രെയിനിൽ രാമഭക്തരെ കൊണ്ടുപോകും, മോദി തന്നെ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ആ ട്രെയിനിനെ ബോംബ് വെച്ച് തകർത്ത് ആ രക്തസാക്ഷിത്വത്തിൻ്റെ പേര് പറഞ്ഞ് മോദി വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ഒരു ട്രെയിൻ പോലും കത്തിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെടുത്ത് നിങ്ങൾ പോയി ചോദ്യങ്ങൾ ചോദിക്കണം. എൻ്റെ അടുത്തല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ കൃത്യമായി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മാനസിക നിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? എന്നെങ്കിലും നിങ്ങൾ ചോദിക്കണം. ഒരിക്കലും ഒരു സാധാരണ മാനസിക നിലയുള്ള വ്യക്തി ഈ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇത്തരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെടുത്ത് അപ്പോൾ തന്നെ നിങ്ങൾ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ഈ ഭാഷ പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല. ആ ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ട്രെയിൻ കത്തിക്കണമെന്നതൊക്കെ അവരുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എൻ്റെ കാലത്ത് നടക്കില്ല. അവർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല. അവർ പ്ലാൻ ചെയ്തതുപോലെയും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എന്നിട്ടും 400 പാർ. മോദിജി നമ്മൾ ചാന്ദ്രയാൻ ചന്ദ്രനിലേക്ക് അയച്ച് വിജയിപ്പിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ചില കോമഡികളാണ്. ഞങ്ങൾ എന്നേ ചന്ദ്രനിൽ തന്നെയാണ്. നോക്കൂ, ഞങ്ങളുടെ റോഡുകൾ മൊത്തം കുഴിയാണ്, ഇവിടെ മൊത്തം ഇരുട്ടാണ്, വൈദ്യുതിയില്ല, വെള്ളമില്ല, ഞങ്ങൾ എന്നേ ചന്ദ്രനിലാണ് എന്നാണ്. അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ പതാകയിൽ ചന്ദ്രനുണ്ട് എന്നതിൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. പക്ഷേ എനിക്ക് ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക സ്ഥാപിക്കുമ്പോഴാണ് സന്തോഷം നൽകുന്നത്, അഭിമാനം നൽകുന്നത്. അതാണ് വ്യത്യാസം. അവർക്ക് അത്രേ ആഗ്രഹിക്കാൻ കഴിയും. മോദിജി ചന്ദ്രയാൻ വിഷയത്തിലും ഒരു വിവാദമുണ്ടായിരുന്നു. താങ്കൾ ചന്ദ്രയാൻ ഇറങ്ങിയ പ്രദേശത്തിന് ശിവശക്തി എന്ന് പേര് വെച്ചത് വലിയ വിവാദമായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്, ദുരവസ്ഥയാണ്, എന്ത് കാര്യത്തെയും വോട്ട് ബാങ്കിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഇവരിൽ ആരെങ്കിലും എന്നോട് പറയട്ടെ, ശിവശക്തിക്ക് എന്താണ് കുഴപ്പം? ശിവശക്തി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പ്രതീകമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചന്ദ്രനിൽ ചാന്ദ്രയാൻ ലാൻഡ് ചെയ്ത ഭാഗത്തിന് ഞാൻ എന്തായാലും BJP രാഷ്ട്രീയ നേതാക്കളുടെ പേരൊന്നും നൽകിയില്ലല്ലോ, എൻ്റെ പേരും നൽകിയില്ലല്ലോ. മുൻകാലത്ത് ഭാരതം ഭരിച്ചിരുന്നവർ അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട്. എനിക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഞാൻ എന്തായാലും BJP നേതാക്കളുടെ പേരൊന്നും വെച്ചില്ലല്ലോ. ശിവശക്തി എന്നുള്ള പേരല്ലേ വെച്ചത്. അത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. അതിനെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഭാരതത്തിൻ്റെ ചിന്തയുടെ ഭാഗമാണ്. പക്ഷേ ആ സംഭവം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് യുവരാജാവ് പറയുന്നു, ഹിന്ദു മതത്തിലെ ശക്തി എന്നുള്ളൊരു പദമുണ്ടല്ലോ, അത് ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അന്ന് ചന്ദ്രയാനിൽ ഞാൻ ശിവശക്തി എന്ന് പേര് വെച്ചത് ഇപ്പോഴും അവർ ഓർത്തിരിക്കുന്നുവെന്ന്. പക്ഷേ അവർക്കിത് മനസ്സിലായിട്ടില്ല. ഞാൻ ശിവശക്തി എന്നുള്ള പേരാണ് വെച്ചത്. അതിൽ ശിവനും ശക്തിയുമുണ്ട്. പരമശിവന് ലോകത്തിലെ ഏത് വിഷവും താങ്ങാനുള്ള കരുത്തുണ്ട്. മോദിജി രാമക്ഷേത്രത്തെക്കുറിച്ചും അവർക്ക് പറയാൻ പല അപവാദങ്ങളുമുണ്ട്. ഭഗവാൻ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് താങ്കൾ BJPയുടെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാണ് അവർ പറയുന്നത്. നോക്കൂ, സത്യമായും ഞാൻ കരുതിയിരുന്നത് കോൺഗ്രസ്സിന് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിൽ എതിർപ്പൊന്നുമില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഈ മതേതരത്വം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ അവർ അങ്ങനെ നിലനിർത്തുകയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് അവിടെ രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഭഗവാൻ ശ്രീരാമനെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും രാമക്ഷേത്രത്തിനെ അവർ എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ അപകടകരമായ ചിന്താഗതിയാണ്. അവർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടോ മതേതരത്വത്തിന് വേണ്ടിയിട്ടോ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല അയോധ്യ രാമക്ഷേത്രത്തെ എതിർത്തിരുന്നത്. എനിക്ക് ഇന്ന് മനസ്സിലാകുന്നത്, അവർ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഭഗവാൻ ശ്രീരാമനെ തന്നെയാണ്, ആ വിശ്വാസത്തെ തന്നെയാണ് കോൺഗ്രസ് എതിർത്തിരുന്നതെന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. ഭഗവാൻ ശ്രീരാമൻ ഒരു വലിയ സമൂഹത്തെ ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിനെ അവർ എതിർക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ പോലും നമ്മൾ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി എതിർവശത്ത് നിന്ന് ജയ് ശ്രീറാം എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ തിരിച്ച് ജയ് ശ്രീറാം എന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ തുറന്നു പോരുന്ന രീതി. ആരെങ്കിലും നമ്മളോട് നമസ്തേ പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നമസ്തേ പറയും.
ആരെങ്കിലും നമ്മളോട് ഹലോ പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഹലോ പറയും. അതുപോലെ തന്നെ നമ്മളോട് ഒരാൾ ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ജയ് ശ്രീറാം എന്ന് പറയും. പക്ഷേ അങ്ങനെ ജയ് ശ്രീറാം പറയുന്നത് പോലും ഇന്ന് മതേതരത്വത്തിന് എതിരാണെന്ന രീതിയിൽ കോൺഗ്രസ് വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് അപകടകരമായ രീതിയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളോട് ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ മാനസിക തലത്തിലേക്ക് കോൺഗ്രസിൻ്റെ സംസ്കാരം മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷം പറയുന്നത് ഞാൻ ഏകാധിപതിയാണെന്നാണ്. സുപ്രീം കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം ഞാൻ നിയന്ത്രിക്കുന്നു എന്നാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇലക്ഷൻ കമ്മീഷൻ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. സാധാരണ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ പോലും ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുക? തീർച്ചയായും ആ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്ന മണ്ഡലത്തിലെ മാത്രം തെരഞ്ഞെടുപ്പ് റദ്ദാക്കും. ബാക്കി എല്ലായിടത്തെയും തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പറഞ്ഞ തീയതിയിൽ തന്നെ നടത്തും. പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധി ഒരു പാർലമെൻറ്റ് സീറ്റിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. തീവ്രവാദികളാൽ അദ്ദേഹം മരണപ്പെട്ടു. ആ സീറ്റിൽ മാത്രം ഇലക്ഷൻ നിർത്തിവെച്ചുകൊണ്ട് മറ്റെല്ലാ മണ്ഡലത്തിലെ ഇലക്ഷനും പറഞ്ഞ തീയതിയിൽ ചെയ്യണമായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത്? രാജീവ് ഗാന്ധി മരണപ്പെട്ടതിൻ്റെ പേരിൽ രാജ്യത്തെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇലക്ഷൻ പൂർണ്ണമായും നിർത്തിവെച്ചു. അതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതുമാത്രമല്ല, ഏതാണ്ട് 20-22 ദിവസം അദ്ദേഹത്തിൻ്റെ അസ്ഥിയുമായി ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്യാൻ കോൺഗ്രസിനെ അനുവദിച്ചു. അതിനുശേഷം തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു, തിരഞ്ഞെടുപ്പ് നടത്തി. ഇത് ഏത് തരത്തിലുള്ള ഇടപെടലാണ്? ആ ആളുകളാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ ഞാൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. കോൺഗ്രസിൻ്റെ പാരമ്പര്യം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ വളച്ചൊടിച്ച് ഉപയോഗപ്പെടുത്തി ഭരിച്ച് ശീലിച്ചതാണ്. ആ ശീലം കൊണ്ടാണ് അവർ ഇന്ന് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ ആ രീതിയിൽ ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യവും ഒരു തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല. നിങ്ങളുടെ കുഴപ്പം ഇതാണ്. സത്യം പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന പേരിൽ ഞാൻ സത്യം പറയാതിരിക്കില്ല. ഞാൻ സത്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. മോദിജി അവർ പറയുന്ന മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കൾ 2 മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ടു എന്നാണ്. നോക്കൂ, രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെ എല്ലാ സ്കൂളുകൾക്കുമടുത്ത് മദ്യവിൽപ്പനശാലകൾ വെറും അഴിമതിക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു സർക്കാരിനെതിരെ നിയമപരമായ നടപടിയാണ് എടുത്തത്. മാത്രമല്ല, ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതി എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഡൽഹി മന്ത്രിക്കെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? ഇവർക്കെതിരെയുള്ള ശിക്ഷകളെല്ലാം തീരുമാനിക്കുന്നത് കോടതിയാണ്, അല്ലാതെ ഞാനല്ല. ഞാൻ ആരെയും പിടിച്ച് ജയിലിൽ ഇടാറുമില്ല, ഞാൻ ആരെയും പിടിച്ച് ജയിലിൽ വെക്കാറുമില്ല. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസി ED 2200 കോടി രൂപ ക്യാഷായിട്ടാണ് അവരിൽ നിന്ന് പിടിച്ചത്. രാജ്യം അതിന് EDയെ അനുമോദിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ പേരിലും ചിലർ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ 2200 കോടി രൂപ അവരുടേതാണെന്നാണ്. നിങ്ങൾ തന്നെ പറയൂ, നിങ്ങളിൽ ആർക്കെങ്കിലും ഭയമുണ്ടോ? ED 2200 കോടി രൂപ പിടിച്ചെടുത്തതിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അതിൽ വേദനയുണ്ടോ? ആർക്കാണോ വേദന അവർക്കാണ് കരച്ചിൽ വരുന്നത്, അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ 2200 കോടി രൂപയിൽ അവർക്ക് പങ്കുണ്ടെന്നാണ്. കോൺഗ്രസിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തത് വെറും 26 ലക്ഷം രൂപ മാത്രമാണ്. ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര തുക. ഈ ഭരണകാലത്ത് 2200 കോടി രൂപയാണ് ED ഒരു കേസിൽ മാത്രം പിടിച്ചെടുത്തതെങ്കിൽ ആ പണം കൊണ്ടുപോകാൻ 70 ടെമ്പോ വേണം. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ അഴിമതിക്കെതിരെ ഇവരെ എല്ലാം പിടിച്ച് തുറങ്കിലടയ്ക്കും എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ വോട്ട് നേടി ഞാൻ പ്രധാനമന്ത്രിയായത്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. മോദിജി, വ്യത്യാസമെന്ന് പറയുന്നത് താങ്കൾക്ക് മുമ്പ് ഈ രീതിയിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒന്നും അറസ്റ്റിലായിരുന്നില്ല. നോക്കൂ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. അവർ ചോദിക്കുന്നത് ഏത് കേസ് വന്നാലും ചെറിയ ഉദ്യോഗസ്ഥരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ്. എന്തുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ജനങ്ങളാണ് ചോദിക്കുന്നത്. ഇക്കാലത്ത് അത്തരം പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതിൽ ജനങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും പത്രങ്ങളിൽ മോദി മഹാനാണ് എന്ന് എഡിറ്റോറിയൽ എഴുതുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ രാജ്യം ഭരിക്കുന്നത്. ഏതെങ്കിലും TV ചാനലിൽ മോദി മെടുക്കനാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ രാജ്യം ഭരിക്കുന്നത്. ഞാൻ രാജ്യം ഭരിക്കുന്നത് എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലും ചാനൽ, ഏതെങ്കിലും പത്രം എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്ത എനിക്കൊട്ടും തന്നെയില്ല. എൻ്റെ ഭരണകാലത്ത് ഞാൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും സംവിധാനങ്ങളെ ഞാൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. 2001 ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായത് വളരെ പെട്ടെന്ന് പാർട്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു MLA പോലും ആയിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പെട്ടെന്ന് പാർട്ടി എന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് കുറച്ചുനാൾ മുമ്പാണ്
അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായത്. മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം പോയത് ഭൂകമ്പം ഉണ്ടായ സ്ഥലത്തേക്കാണ്. വളരെ വലിയ ഭൂകമ്പമായിരുന്നു. എല്ലാവരും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമായ സമയം. ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുക, അവിടെ മാറ്റമുണ്ടാക്കാൻ കഴിയുക. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും എന്നോട് പറഞ്ഞു, അടുത്ത മാർച്ച് 31 വരെ അങ്ങനെയാണ്, മാർച്ച് 31 വരെ ഇങ്ങനെയാണ്, മാർച്ച് 31 ശേഷമേ അത് ചെയ്യാൻ കഴിയൂ, ഇത് ചെയ്യാൻ കഴിയൂ എന്നൊക്കെയാണ് അവർ മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിയിലും ഓർമ്മയിലും തലയിലുമെല്ലാം സാമ്പത്തിക വർഷം മാത്രമാണ്. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്, എൻ്റെ നാടിനെക്കുറിച്ചാണ്. ഞാൻ അവരോട് പറഞ്ഞു, മാർച്ച് 31 സാമ്പത്തിക വർഷം, ഈ ചിന്തകളെല്ലാം തലയിലെടുത്ത് കളയൂ. അടുത്ത ജനുവരി 26 ഭൂകമ്പം നടന്ന് 1 വർഷം കഴിയും. ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ സംഭവമാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ പല മാധ്യമങ്ങളും വരും. ഒരുപക്ഷെ ലോകത്ത് നിന്ന് തന്നെ പല മാധ്യമങ്ങളും വരും. എനിക്ക് അവർക്ക് മുമ്പിൽ എന്താണ് വയ്ക്കാൻ കഴിയുക? നിങ്ങൾ എന്നോട് ഇത് പറയൂ, ഡിസംബർ 31 മുമ്പ് നിങ്ങൾക്ക് അവിടെ എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പദ്ധതികളും പ്രീപോൺ ചെയ്യണം. ഡിസംബർ 31 മുമ്പ് പൂർത്തിയാകുന്ന തരത്തിലേക്ക് നിങ്ങൾ എല്ലാ പദ്ധതികളും വിഭാവനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി, ഇയാൾക്ക് എന്തൊക്കെയോ കാര്യം അറിയുന്ന ആളാണ്, കളി നടക്കില്ല എന്ന് മനസ്സിലായി. അവിടെ തന്നെ ഏതാണ്ട് 43 ബ്ലോക്കുകളിലാണ് ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും കളക്ടർമാർ അവിടെ പോകണം. വെള്ളി, ശനി, ഞായർ 3 ദിവസം അവിടെ തങ്ങണം. എന്നിട്ട് തിങ്കളാഴ്ച ഇവിടെ വന്ന് എനിക്ക് റിവ്യൂ റിപ്പോർട്ട് തരണം. ഓരോ കളക്ടർമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് ബ്ലോക്കിലാണോ പോകുന്നത് ആ ബ്ലോക്കിൻ്റെ മുഖ്യമന്ത്രി നിങ്ങളാണെന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെ വേണം എല്ലാം കാണാനും ചിന്തിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും പ്രവർത്തിക്കാനും. അങ്ങനെ എല്ലാവരും പോയി. തിങ്കളാഴ്ച തിരിച്ചു വന്നു. മീറ്റിംഗ് കൂടി. പറഞ്ഞു, മുഖ്യമന്ത്രി സാബ്, ഒന്നും നടക്കില്ല. ആ വകുപ്പിൻ്റെ പ്രശ്നമുണ്ട്, ഈ വകുപ്പിൻ്റെ പ്രശ്നമുണ്ട്, ആ നിയമങ്ങൾ തടസ്സം നിൽക്കുന്നു, ഈ നിയമങ്ങൾ അതിന് എതിരാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ നിയമങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ഞങ്ങളുണ്ടാക്കിയത്. AC മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുണ്ടാക്കിയ നിയമങ്ങളല്ല എനിക്ക് വേണ്ടത്. എൻ്റെ നാട്ടിലെ സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ആ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് ആ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ സാധാരണക്കാർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഡിസംബർ 31 മുമ്പ് എന്ത് ചെയ്യണമോ അത് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോഴും അതിശയം തോന്നുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് അവിടെ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ജനുവരിയിൽ ഞാൻ ഡൽഹിയിൽ വന്ന് പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തു. ലോകത്തിലെ എല്ലാ എംബസി പ്രതിനിധികളെയും ആ പത്രസമ്മേളനത്തിന് വിളിച്ചിരുന്നു. കാരണം എല്ലാ രാജ്യങ്ങളും അന്ന് ഗുജറാത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് മുമ്പുണ്ടായിരുന്ന അതേ ഭരണം തന്നെയാണ്, അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്, അതേ ഓഫീസുകൾ തന്നെയാണ്. പക്ഷേ സിസ്റ്റം ഞാൻ മാറ്റി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റി. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. അതിൻ്റെ ഗുണം ആ നാടിനുണ്ടായി. ഇനി ഞാൻ പ്രധാനമന്ത്രിയായി ഡൽഹിയിൽ വന്നതിന് ശേഷം ചെയ്തൊരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രിയായതിനു ശേഷവും ഞാൻ എല്ലാ കളക്ടർമാരുടെയും മീറ്റിംഗ് വിളിച്ചു. അതിൽ പല കളക്ടർമാരും വളരെയേറെ പരിചയസമ്പന്നരാണ്. എന്നെപ്പോലുള്ള 100 കണക്കിന് മന്ത്രിമാരെ കണ്ടിട്ടുള്ളവരാണ്. മാത്രമല്ല 2, 3, 4 പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള വലിയ വലിയ ആൾക്കാർ വരെയുണ്ട് നമ്മുടെ കളക്ടർമാരിൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അവർ അതിനെ വെറും ഒരു തമാശക്കളിയായിട്ടാണ് കണ്ടത്. ആദ്യ മീറ്റിങ്ങിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, മസൂറിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായി ജോലി ചെയ്ത സ്ഥലമുണ്ടല്ലോ, IAS ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവരെ ആദ്യം അയക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിലായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യമായി പോസ്റ്റിംഗ് ലഭിച്ച ആ ഗ്രാമത്തിലേക്ക് നിങ്ങൾ ഒരു തവണ തിരിച്ചു പോകണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം. അതിൻ്റെ മുഴുവൻ ചിലവും സർക്കാർ വഹിക്കും. നിങ്ങൾ 1 രൂപ പോലും അതിനുവേണ്ടി ചിലവാക്കേണ്ടതില്ല. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താമസിച്ചത് എവിടെയായിരുന്നു, നിങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തെ അവിടെ കൊണ്ടുപോയി കാണിക്കണം. നിങ്ങൾ തിരിച്ചു വന്നിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരണം. നിങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾ ആദ്യമായി ജോലി ചെയ്ത ആ ഗ്രാമം ഇന്ന് എവിടെ നിൽക്കുന്നു, ആ ഗ്രാമത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ അതോ പഴയ സ്ഥിതിയിൽ തന്നെയാണോ, ആ റിപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് അവർക്ക് പ്രത്യേകമായി ഒരു ക്ലാസ്സും ഉപദേശവും കൊടുക്കേണ്ടി വന്നില്ല. അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ആ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്താണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഗ്രാമങ്ങൾ നിൽക്കുന്നതെന്ന്. ഞങ്ങളുടെ ജീവിതം മാറി, ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതം മാറി, പക്ഷേ ആ ഗ്രാമത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരെ ഗ്രാമങ്ങളിലെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെടുത്താനാണ് അത് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി.
അതേ ഉദ്യോഗസ്ഥർ, അതേ ഫയലുകൾ, അതേ ഓഫീസുകൾ ശരിയായ രീതിയിൽ അവരെ വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാജ്യത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ കഴിഞ്ഞ 10 വർഷമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോദിജി പലരും പറയുന്നത് അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോലും വളരെ വലിയ വിലക്കയറ്റമാണ്. പക്ഷേ ഭാരതത്തിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലക്കയറ്റം കുറവാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്തത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴി പല ആളുകളുമായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ലോകത്താകെയുള്ള നോബൽ സമ്മാന ജേതാക്കൾ, അതുപോലെയുള്ള സാമ്പത്തിക വിദഗ്ധരുമായിട്ടൊക്കെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കോവിഡിന് ശേഷമുള്ള സ്ഥിതിയെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു. ലോകത്തെ പല ആളുകളും എന്നോട് നേരിട്ട് വന്നും ഫോണിലുമൊക്കെ പറഞ്ഞിരുന്നു, ഈ സ്ഥിതി മാറുന്നതിന് നമ്മൾ സർക്കാർ തന്നെ നോട്ടടിച്ച് ജനങ്ങൾക്ക് നൽകണമെന്ന്, പണമായി തന്നെ സർക്കാർ സഹായം നൽകണമെന്ന്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ അവരോടെല്ലാം തന്നെ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ ഒരു രീതിയിലും നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ലോകത്തെ ഭരണാധികാരികളിൽ ഞാൻ മാത്രമാണ് അത്തരമൊരു കഠിനമായ തീരുമാനം ആ സമയത്ത് എടുത്തതെന്നാണ്. ഞാൻ അവരോട് പറഞ്ഞത്, സർക്കാർ എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അരിയും മറ്റ് ധാന്യങ്ങളുമായിരിക്കും. അവരുടെ വിശപ്പില്ലാതാക്കുന്നതിന്, അടുക്കളയിൽ തീ പുകയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എൻ്റെ സർക്കാർ ചെയ്യുക എന്നാണ്. അവർക്കൊരിക്കലും വിശപ്പുണ്ടാകാൻ പാടില്ല, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അവരോട് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നീട് രാജ്യത്തെ ചെറുകിട വ്യവസായികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനുള്ള സംവിധാനം സർക്കാരിൻ്റെ രൂപത്തിൽ ഞാൻ ഒരുക്കാമെന്ന്. കഴിവുള്ളവർക്ക് സർക്കാർ ഇടപെട്ട് അതിനുള്ള അവസരം ഒരുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എടുത്ത ആ നിലപാടുകൾ ശരിയായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും പണപ്പെരുപ്പത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇത് വളരെ പെട്ടെന്ന് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങളെടുത്ത് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്. ഒരു തരത്തിലും ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധരും എന്നെ സഹായിച്ചിട്ടില്ല. എൻ്റെ 12, 13, 14 വർഷത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള എൻ്റെ അനുഭവപരിചയമാണ് എന്നെക്കൊണ്ട് അത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ സഹായിച്ചത്. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടാകും. ഈ രാജ്യത്ത് ഞാനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ഈ രാജ്യത്തെ 90% ജില്ലകളിലും ഒരു രാത്രിയെങ്കിലും തങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാജ്യത്തെ 90% ജില്ലകളിലും രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. തെരുവുകളിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ വരെ മനസ്സിലാക്കാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നിലയിൽ എനിക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സംവിധാനമുണ്ട്. എൻ്റെ ഈ അനുഭവ പരിചയവും എനിക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് ഞാൻ ഓരോ പോളിസിയും ഈ രാജ്യത്തിനു വേണ്ടി എടുക്കുന്നത്. ഇന്ദിരാജിയുടെ സമയം നോക്കൂ. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഇന്നത്തേക്കാൾ വളരെ രൂക്ഷമായ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ വലിയ ഉപദേശങ്ങൾ നൽകുന്ന ഗൂഗിൾ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ തീർച്ചയായും ഈ പ്രസംഗങ്ങൾ കാണേണ്ടത് തന്നെയാണ്. നെഹ്റുജിയുടെ മാത്രമല്ല, ഇന്ദിരാജിയാണെങ്കിലും രാജീവ്ജിയാണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ഇവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ, രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗങ്ങളിൽ എല്ലാവരും ആവർത്തിക്കുന്ന ഒരേ കാര്യമാണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യമില്ലാതാക്കുമെന്ന്. 2, വിലക്കയറ്റം പിടിച്ചു നിർത്തും. നിങ്ങൾ നോക്കിക്കോളൂ, നെഹ്റുജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റമുണ്ടായപ്പോൾ നെഹ്റുജി അതിന് കാരണമായി പറഞ്ഞ എന്താണെന്നറിയുമോ? വിലക്കയറ്റം ഈ രാജ്യത്ത് വളരെ കൂടുതലാണ്. അതിന് കാരണമെന്നത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നതെന്നാണ്. അന്ന് ഈ ഗ്ലോബലൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെഹ്റു ആ രീതിയിൽ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഉത്തര കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ ഭാരതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഭാരതത്തിന് അതിൻ്റെ പേരിൽ സാധനങ്ങളുടെ ഇറക്കുമതിയിലോ കയറ്റുമതിയിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെഹ്റുജി ഇങ്ങനെയാണ് പറഞ്ഞത്. നെഹ്റുജിയുടെ പ്രസംഗം യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല ഇത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇസ്രയേലിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇറാനുമായി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഭാരതത്തിന് ആവശ്യമുള്ള ഭക്ഷണവും ഇന്ധനവും കാർഷിക ആവശ്യങ്ങൾക്കുള്ള വളവും ലഭിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ എന്നിട്ടും ലോകത്താകെ ഒരു ചാക്ക് യൂറിയയ്ക്ക് 3000 രൂപ വരെ വിലയുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ 300 രൂപയിൽ താഴെ കർഷകർക്ക് യൂറിയ നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ട്. തീർച്ചയായും ഈ യുദ്ധം ഭാരതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ
ഇന്നത്തെ കാലത്ത് കഴിയുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കരിഞ്ചന്ത എന്നൊരു വാർത്ത പോലും കേൾക്കാനുണ്ടാവില്ല. മുൻകാലങ്ങളിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊക്കെ. പ്രതിപക്ഷ നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും എന്നെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരിക്കലും പഴയ ഡയലോഗുകൾ ആവർത്തിച്ചുകൊണ്ട് പുതിയ സിനിമകൾ ഓടിക്കാൻ കഴിയില്ലല്ലോ, വിജയിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്കെതിരെ മത്സരിക്കുന്ന ഈ ഇന്ത്യ അലയൻസ് ഉണ്ടല്ലോ, 3 കാര്യങ്ങൾ അവരുടെ എല്ലാ സഖ്യകക്ഷികളിലും കോമണായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും തന്നെ അഴിമതിക്കാരാണ്, രൂക്ഷമായ ജാതിവാദികളാണ്, അവരെല്ലാവരും തന്നെ കുടുംബവാഴ്ചയ്ക്ക് അനുകൂലികളുമാണ്. എനിക്ക് വ്യക്തമായി അറിയാം, ഇന്ന് രാജ്യത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് 10 വർഷമായില്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇത്രയും കഷ്ടപ്പെടുന്നത്? അങ്ങനെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. എൻ്റെ ആദ്യ ടൈമിലെ 5-ാം വർഷം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മോദിജി, താങ്കൾ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞു, താങ്കളുടെ വ്യക്തിജീവിതത്തിൽ നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി താങ്കൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു, പിന്നെയും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടിയിലും പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജോലി ചെയ്യുന്നുണ്ട്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം ഇതാണ്, അവരുടെ കുടുംബത്തിൽ വെറും 5-6 പേരേ ഉള്ളൂ. അവരുടെ താല്പര്യങ്ങൾ മാത്രം അവർക്ക് സംരക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും കഷ്ടപ്പെട്ടാൽ മതിയാകും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ഭാരതീയരും എൻ്റെ ബന്ധുക്കളാണ്. അവർക്ക് വേണ്ടി എനിക്ക് കൂടുതൽ ജോലി എടുക്കേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തിലും 4-5 പേരേ ഉള്ളെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നെങ്കിൽ 4-5 ഇൻ്റർവ്യൂ കൊടുക്കുക, 3-4 റാലി നടത്തുക, ചായ കുടിക്കുക, പിരിയുക, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ കുടുംബത്തിൽ 140 കോടി ഭാരതീയരുണ്ട്. അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കാൻ എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഇവിടെ എന്നെ കേൾക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ഭാരതീയരുടെയും സ്വപ്നങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സ്പന്ദനവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പും ഈ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. മോദി 24/7 വർക്ക് ചെയ്യുന്നത് 2047 വേണ്ടിയിട്ടാണ്. മോദിജി, തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് പല രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഞാൻ താങ്കളെ ഒന്ന് കേൾപ്പിക്കാം. ഇതൊന്ന് കേട്ടതിന് ശേഷം താങ്കൾ മറുപടി പറയണം. चुनाव ज्यादा से ज्यादा स्टेट्स में खत्म हो गया है। पिछले 4 फेजेस के परिणाम साफ है और नरेंद्र मोदी जी चुनाव हार रहे हैं। आने वाला दिन में तो बोलना है कि मोदी बाबू का सरकार को एक्सपायरी डेट हो गया है। जो 74 की बातें करते थे, अब उन्हें सोचना पड़ेगा कि उनका खाता कहां खुलेगा। एक के अलावा मुझे नहीं लगता कोई खाता खोल पाएंगे। आम आदमी पार्टी के 7 सांसद भारी बहुमत से जीत रहे हैं। हमारे जितने भी सर्वे മോദിജി, താങ്കൾ കണ്ട വീഡിയോയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ വീഡിയോ എല്ലാം 2019 തെരഞ്ഞെടുപ്പ് സമയത്തുള്ളതാണ്. തീർച്ചയായും താങ്കൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. 2019 ഇവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 2014 വീഡിയോ എടുത്താലും ഇവർ ഇങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. 2024 ഈ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത് ഒരേ ഡയലോഗാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ ഡയലോഗുകൾ കൊണ്ട് പുതിയ സിനിമ നിർമ്മിക്കാൻ കഴിയില്ല എന്ന്. അതൊന്നും ജനം വിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ ഈ പ്രസ്താവനയൊന്നും അവരെ ബാധിക്കാൻ പോലും പോകുന്നില്ല. ആദ്യം ഇവർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് 400 പാർ എന്ന് പറയാൻ കഴിയുന്നത്. അവർ പറഞ്ഞത് ഞാൻ EVMൽ എന്തോ തിരിമറി വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് 400 സീറ്റെന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഭരിക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ ഏത് EVMലാണ് തിരിമറി നടത്തിയതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റുകളെക്കുറിച്ച് പറയാം, പക്ഷേ എനിക്ക് ലഭിക്കാൻ പോകുന്ന സീറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല. ഇതെന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? അവർക്ക് ഇങ്ങനെ പറയുകയല്ലാതെ വേറെ വഴിയില്ല. വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെടുത്ത് ഡോക്ടർ എന്തായിരിക്കും പറയുക? നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയാകും. അങ്ങനെയല്ലേ ഡോക്ടർ ഒരു രോഗിയെ സമാധാനിപ്പിക്കുക? അവർക്ക് വേണ്ടപ്പെട്ട ചിലരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അവർ സ്വയം സമാധാനിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ജൂൺ 4 വരെയെങ്കിലും അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ. മോദിജി, താങ്കൾ പറയുന്നത് ജൂൺ 4 കുറിച്ചല്ലല്ലോ, 2047 കുറിച്ചല്ലേ? അപ്പോൾ 2047 വരെയും അവർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണോ പറയുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈശ്വരൻ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഭാരതത്തിന് വേണ്ടി എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ്. തീർച്ചയായും പരമാത്മാവ് എന്തോ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നെയാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം ഞാൻ ജനിച്ചതും ജീവിച്ചതുമായുള്ള ചുറ്റുപാടിൽ നിന്ന്
ഇന്ന് ഈ സ്ഥാനത്ത് വന്നു നിൽക്കുന്നതിൽ യാതൊരുവിധ ലോജിക്കുമില്ല. എന്നെ തീർച്ചയായും ഈശ്വരൻ തന്നെയാണ് ഇവിടെ എത്തിച്ചത്. എന്നെ ജനിപ്പിച്ച ആ ഈശ്വരൻ തന്നെയാണ് എനിക്ക് വഴികാട്ടിയാകുന്നതും എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും എൻ്റെ ചിന്തകൾക്ക് ബുദ്ധിയും എല്ലാം ഭഗവാൻ നേരിട്ട് തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് 2047 വികസിത ഭാരതം എന്ന ചിന്ത എന്നിൽ കൊണ്ടുവന്നതും അതേ ഭഗവാൻ തന്നെയാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ ഭഗവാൻ എന്നെ തിരിച്ചു വിളിക്കില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ലോകത്ത് ഭാരതമല്ലാതെ എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ല. മാത്രമല്ല, ഭാരതം ലോകത്തിന് തന്നെ മാർഗദർശിയാകേണ്ട ഒരു രാജ്യമാണ്. ശ്രീ വിവേകാനന്ദ മഹർഷി പറഞ്ഞതും എഴുതിയതുമൊക്കെ നമുക്കറിയാം. ഭാരതം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ജന്മം കൊണ്ട നാടാണ്. ഭാരതം ശക്തമായി നിലനിന്നാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഭാരതത്തിലൂടെ മാത്രമേ ലോകത്തിന് ആ പുരോഗതി ലഭിക്കുകയുള്ളൂ.